ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ബുക്കിഷ് റൈറ്റർ. അപ്പം നമ്മൾ ഇതുവരെ ബുക്ക് റിവ്യൂസ് അല്ലേ കണ്ടിട്ടുള്ളത്. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? നമ്മുടെ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കഥ പറഞ്ഞാലോ? കഥ എന്ന് വെച്ചാൽ ഇത് ഞാൻ എഴുതിയ എൻ്റെ രചനയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റോറി നരേഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പം ഞാൻ വിചാരിച്ചു അത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ കേട്ടിട്ട് ലൈക്ക് അടിക്കണം, കമൻറ്റ്സ് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ കഥകൾ വേണമെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാനൊരു സീരീസ്, അതായത് ചെറുകഥകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പോലെ എഴുതിയൊരു ബുക്കാണ്. അയാൾ എന്നാണ് ഇതിൻ്റെ പേര്. അതിൽ ഒരുപാട് ആളുകളെ പറ്റിയിട്ടുള്ള കഥകൾ ഇങ്ങനെ വരുന്ന രീതിയിലാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് കടന്നാലോ? ഈ അയാൾ എന്ന നമ്മുടെ രചനയിലെ ആദ്യത്തെ സ്റ്റോറിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. അയാൾ പാർട്ട് നമ്പർ 1. അയാൾ ഒരു ഗർജിക്കുന്ന സിംഹമായിരുന്നു. ആരുടെയും മുന്നിൽ തോൽക്കാത്ത, ആരെയും കൂസാക്കാത്ത ഭാവം. അയാൾക്ക് മുകളിൽ ആരുമില്ല എന്നത് തന്നെയായിരുന്നു അയാളുടെ ഭാവവും. അവരുടേത് അറേഞ്ച് മാരേജാണ്. അവൾക്ക് അയാളെപ്പറ്റി യാതൊരു മുൻധാരണകളുമില്ല. കാലഘട്ടം പഴയതാണ്. ഇന്നത്തെ കാലഘട്ടത്ത് പോലെ ഫോൺ ഉപയോഗിക്കാനോ മറ്റോ കൂടുതൽ അറിയാനോ ഉള്ള അവസരങ്ങളൊന്നും തന്നെ അവൾക്ക് ലഭിച്ചില്ല. വിവാഹശേഷമാണ് അവൾ അയാളെപ്പറ്റി കൂടുതൽ അറിയുന്നതും അയാളോട് അടുക്കുന്നതുമൊക്കെ. അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയം തോന്നി. എന്ന് വേണേലും തിരിച്ച് വീട്ടിലേക്ക് പോവേണ്ടി വരുമെന്ന് ഉറപ്പിച്ചിരുന്നു. സ്നേഹലാളനകൾ ഒരുപാടൊന്നും ഏറ്റുവാങ്ങിക്കില്ലെങ്കിലും വീട്ടിലാരും ഇത്രയും ദേഷ്യവും ശൗര്യവും ഉള്ള ആളുകളായിരുന്നില്ല. അങ്ങനെ ഒരു ആളുകളെ കണ്ട് പരിചയവും അവൾക്കുണ്ടായിരുന്നില്ല. എല്ലാ പെൺകുട്ടികളെ പോലെയും ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് അവൾ ആ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. സിനിമകളിലും പാട്ടുകളിലും കണ്ട ആ നിറമുള്ള ജീവിതത്തിലേക്ക് അവൾ കാലെടുത്ത് വെച്ച് അവിടെ വീണുടയാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അന്ന് രാത്രി തന്നെ അയാളുടെ തനി നിറം അവൾ അറിഞ്ഞു. രാത്രിയായപ്പോൾ എല്ലാവരും കൂടെ തന്നെ മണിയറയിലേക്കാക്കി. ആദ്യ രാത്രിയാണ്. അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തെയും കാത്തിരിക്കുകയാണ്. എന്തൊക്കെയോ സ്വപ്നങ്ങളായി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് റൂമിലേക്ക് കയറി വരുന്നത്. ദേഷ്യത്തോടു കൂടിയുള്ള കയറി വരൽ. പെട്ടെന്ന് അവളും വിചാരിച്ചു, എന്തേ ഇങ്ങനെ? അപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ കല്യാണപ്പന്തലുകാരോടോ വീട്ടുകാരോടോ മറ്റോ ഉണ്ടായിരുന്ന എന്തോ ഒരു ദേഷ്യവും പ്രശ്നം, അതുമായിട്ടാണ് അദ്ദേഹം ആ റൂമിലേക്ക് വന്നിട്ടുള്ളത്. അവൾ അദ്ദേഹം തന്നോട് നല്ല രീതിയിൽ സംസാരിക്കുമെന്നും താൻ ആയിട്ട് ഇന്ന് മുഴുവൻ കഥ പറഞ്ഞിരിക്കുമെന്നോ തന്നെ അറിയാൻ അദ്ദേഹം ശ്രമിക്കുമെന്നൊക്കെ അവൾ വിചാരിച്ചു. പക്ഷെ അദ്ദേഹം അവളോട് ദേഷ്യത്തോടു കൂടെ, നീ കിടന്നില്ലേ, എല്ലാം മാറ്റി വേഗം കിടന്നുറങ്ങിക്കോ എന്നായിരുന്നു പറഞ്ഞത്. അവൾ ആകെ അന്താളിച്ച്, ഇങ്ങനെയാണോ പറയാ? ഇതാണോ ആദ്യ രാത്രി? ഇതല്ലല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്, ഇതല്ലല്ലോ ഞാൻ സിനിമയിലൊന്നും കണ്ടിട്ടുള്ളത്. എന്തേ എനിക്ക് മാത്രം എങ്ങനെ? പെട്ടെന്ന് തന്നെ അവളോട് കരഞ്ഞുപോയി. പ്രത്യേകിച്ച് വീട്ടുകാരെയും മറ്റും പിരിഞ്ഞു വന്ന സങ്കടവും മറ്റും കാരണം അവൾ കരഞ്ഞ് ക്ഷീണിച്ചിരുന്നു. പക്ഷേ അവിടെ ഇതും കൂടെ ആയപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയില്ലായിരുന്നു. അങ്ങനെ അതും പറഞ്ഞ് അദ്ദേഹം കയറി കിടന്നുറങ്ങി. അവൾ ആ റൂമിൽ ഒറ്റയ്ക്ക് ചുറ്റുപാടും നോക്കി കുറേ നേരം ഇരുന്നു. പിന്നെ സങ്കടം സഹിക്കാൻ വയ്യാതെ കരച്ചിലായി. കരഞ്ഞ് എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് പോലും അറിയില്ല. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ ഏതോ ഒരു സമയത്ത് അവളും ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ എല്ലാവരും അവളെയൊക്കെ നോക്കുന്നുണ്ട്. അവൾക്ക് കുളിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. കുളിക്കേണ്ട ആവശ്യം പോലും അവൾക്ക് ഉണ്ടായില്ല. ആരൊക്കെ വന്ന് ചോദിച്ചു, കുളിച്ചോ എന്നൊക്കെ. എന്തായിരുന്നു കുളിക്കാനെന്നൊക്കെ അവളും ചിന്തിക്കുകയുണ്ടായി. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വന്നു. അപ്പോഴുള്ള പെരുമാറ്റമൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു. ഇന്നലെ താൻ എന്തൊക്കെയോ ദേഷ്യത്തിലായിരുന്നു. വാ നമുക്കൊരുമിച്ച് ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ അയാൾ അവളെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവളിങ്ങനെ ചിന്തിച്ചു, ഈ മനുഷ്യൻ തന്നെയാണോ ഇന്നലെ രാത്രി തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? പിന്നീട് കുറച്ച് കാലങ്ങൾ അവൾക്ക് വേണ്ടി വന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മൂഡാണ്, അല്ലെങ്കിൽ ഒരു മൂഡ് സ്വിങ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം പലപ്പോഴും പല രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ചില സമയങ്ങളിൽ ഭയങ്കരമായ സ്നേഹമായിരിക്കും, പക്ഷേ ഇതുപോലെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അദ്ദേഹം വളരെയധികം ദേഷ്യം പിടിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നേച്ചർ. കല്യാണം കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ആരൊക്കെ പറഞ്ഞു, മോളെ അവൻ മുൻചുണ്ടിക്കാരനാണ് കേട്ടോ, മോള് വേണം ശരിയാക്കിയെടുക്കാൻ.
ദേഷ്യക്കാരനാണ്, പക്ഷെ അവന് ഭയങ്കര സ്നേഹമാണ്. മോള് വിചാരിച്ച ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ശരിയാക്കാനോ? മനസ്സിൽ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത്. ഞാൻ ശരിയാക്കാനോ? ഇത്രയും വയസ്സായിട്ട് ഇവർക്കൊന്നും ശരിയാക്കാൻ പറ്റിയില്ലേ? ഇത്രയും പ്രായമായിട്ടുള്ളൊരു മനുഷ്യനെ ഇനി ഞാൻ എങ്ങനെ ശരിയാക്കുക? എന്താണ് ഇവരൊക്കെ പറയുന്നത് എന്ന് അവൾ മനസ്സിലാലോചിച്ചു. ദേഷ്യക്കാരനാണ് എന്ന് കുറച്ചൊക്കെ അറിയാമായിരുന്നു, പക്ഷെ അവൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഇത്രയും ദേഷ്യമുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന്. അത്യാവശ്യം ദേഷ്യമുള്ള ആളിനെയൊക്കെ തന്നെയായിരുന്നു അവൾ ആഗ്രഹിച്ചതും, പക്ഷെ ഒരിക്കലും ഇത് ഇത്ര കടുപ്പമുള്ള ഒരു കാര്യമാണ് എന്ന് ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചില്ല. പിന്നീട് അതൊരു തുടർക്കഥയായി മാറി. എന്തിനും ഏതിനും ദേഷ്യം. ചില സമയം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് പോലും വഴക്ക് പറയും. അത് ആളും പരിസരവും ചില സമയം നോക്കിയെന്ന് വരില്ല. ചിലപ്പോൾ വീട്ടിനകത്തായിരിക്കും, അല്ലെങ്കിൽ പുറത്തായിരിക്കും, ഹോസ്പിറ്റലായിരിക്കും, സൂപ്പർ മാർക്കറ്റായിരിക്കും. അങ്ങനെ എവിടെ എങ്ങനെയെന്നൊന്നുമില്ല. എന്ത് ചെയ്താലും ചില സമയങ്ങളിൽ കുറ്റം. ആളുകളുടെ മുന്നിൽ ചില സമയം അവൾ നാണം കെട്ടു പോകുന്ന രീതിയിൽ വരെ ആയി. ജീവിതം വളരെ കടുപ്പമുള്ളതാണെന്ന് മനസ്സിലായി തുടങ്ങി. ഒരു രീതിയിലും സന്തോഷം ഉണ്ടാവുന്നില്ല. ഇനി എന്തെങ്കിലുമൊക്കെ സന്തോഷം അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അയാളുടെ ഒരു നോട്ടം മതി, അതോടുകൂടി എല്ലാം പോയി. അവൾ ആകെ പേടിച്ച് വിറച്ച്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഭയങ്കര സ്നേഹം, ഭയങ്കര കെയറിങ്. ഏതാണ് യാഥാർത്ഥ്യമെന്നോ ഏതാണ് മിഥ്യെന്നോ അറിയാതെ അവൾ വളരെയധികം അതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെട്ടു. സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ ആയി എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. ചില സമയങ്ങളിലെ ആ മനുഷ്യൻ്റെ സ്നേഹം കാണുമ്പോൾ അവൾ വിചാരിക്കും, ഈ മനുഷ്യൻ തന്നെയാണോ തന്നോട് ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിക്കുന്നത്? ആരാണ് ശരിക്കും, എന്താണ് ശരിക്കും എന്നൊക്കെ പലപ്പോഴും തോന്നിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടെന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ മനസ്സിലായി തുടങ്ങിയെങ്കിലും ഈ ദേഷ്യം അസഹനീയമായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് കിട്ടുന്ന സ്നേഹത്തിനും പരിലാളനകൾക്കും എന്ത് വിലയാണുള്ളത്? പലതവണ വീട്ടുകാരിടപെട്ട് നോക്കി, പക്ഷേ ആ അടങ്ങലുകൾക്കൊന്നും അധികം ആയുസ്സുണ്ടായില്ല. നിമിഷ നേരം മതി പൊട്ടിത്തെറിക്കാനൊക്കെ. അങ്ങേരോട് കൂടുതൽ അടുക്കാൻ വയ്യ. ആളിക്കത്തുന്ന തീ പോലെയാണ്. കുറച്ച് ദൂരെ നിന്ന് നമുക്ക് ചൂടേൽക്കാനേ പറ്റുള്ളൂ. അടുത്തേക്ക് പോയാലോ പൊള്ളിപ്പോവും. അതാണ് അവസ്ഥ. നിമിഷ നേരമുള്ള ആ പൊട്ടിത്തെറികൾ ഞങ്ങൾക്കിടയിൽ മാത്രമായിരുന്നെങ്കിൽ അത് അത്ര പ്രയാസമില്ലായിരുന്നു. അത് പറഞ്ഞു തീർക്കാവുന്നതും സ്വാഭാവികമാണെന്നൊക്കെ കരുതായിരുന്നു. പക്ഷെ ഇതൊരിക്കലും അവർക്കിടയിലായിരുന്നില്ല. അതിപ്പോഴും പലപ്പോഴും സന്ദർഭങ്ങൾ നോക്കാതെ കയറി വരാൻ തുടങ്ങി. ആളുകൾ കൂടുന്ന അവസരങ്ങളിലൊക്കെ അത് അവളെ ഏറെ വേദനിപ്പിച്ചു. അയാൾ തീയാണെങ്കിൽ അത് അണക്കാനുള്ള വെള്ളമായി മാറാൻ അവൾക്കും സാധിച്ചില്ല. കാരണം അവളെ അത് അനുവദിക്കുന്നില്ലായിരുന്നു. പ്രതികരിക്കാതെ ഇനി വയ്യ എന്ന പോലെ അവൾക്ക് തോന്നി. പല സന്ദർഭങ്ങളിലും അവൾ പെട്രോളായി മാറി. അത് പല തവണ തൻ്റെ വീട്ടിലേക്കുള്ള പോക്കിന് കാരണമായി. ഒന്നും വേണ്ടെന്ന് വെച്ച് പലതവണ ഇട്ടെറിഞ്ഞു പോയി. പക്ഷെ അവിടെ എത്തിയാൽ അയാളെക്കുറിച്ചുള്ള ഓർമ്മകളും ആ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളുടെ ഓർമ്മകളൊക്കെ ആയിട്ട് ആവലാതികൾ ഉടലെടുക്കും. അങ്ങനെ അവിടെ വീണ്ടും തിരിച്ചു വരും. അല്ലെങ്കിൽ ആളുകൾ വീട്ടുകാർ തമ്മിൽ പറഞ്ഞിട്ട് ആ പ്രശ്നം സോൾവ് ആക്കും, എന്നിട്ട് തിരിച്ചു വരും. ഇടയ്ക്കൊക്കെ അവൾ ആലോചിക്കും, ഞാൻ ഇയാൾ ഇത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ? എന്തിനാണ് അയാളുടെ അടുത്ത് നിന്ന് പോന്നു കഴിഞ്ഞാൽ ഇത്രയേറെ ഞാൻ സങ്കടപ്പെടുന്നത്, അയാളെ കാണാൻ തോന്നുന്നത്? അപ്പം ഞാൻ അദ്ദേഹത്തിന് അത്രയും സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ അവൾക്ക് തോന്നി തുടങ്ങി. ചില സമയങ്ങളിൽ അവിടെ നിന്നും ഫോൺ വിളികളും വരാൻ തുടങ്ങി. നിന്നോടല്ലാതെ പിന്നെ ആരോടാ ഞാൻ ദേഷ്യം പിടിക്കുക? എനിക്ക് ഏറ്റവും അടുത്ത ആൾക്കാരോടല്ലേ ഞാൻ ദേഷ്യം പിടിക്കുന്നുള്ളൂ? ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കിക്കൂടെ? ഈ ചോദ്യങ്ങളൊക്കെ ആയി. ഈ ചോദ്യങ്ങൾക്കൊക്കെ അവിടെ എത്തുന്നത് വരെ മാത്രമായിരുന്നുള്ളൂ ആയുസ്. അവിടെ എത്തിയാലും അവസ്ഥ പഴയത് തന്നെ. ആ ചോദ്യങ്ങൾക്കും സ്നേഹത്തിന് മുന്നിൽ പലപ്പോഴും വീണുപോയി. അതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ണുനീരും കുടിക്കേണ്ടി വന്നവൾ. പക്ഷേ തനിക്ക് ഒന്നറിയായിരുന്നു, അയാൾക്ക് വളരെയധികം സ്നേഹമുണ്ട്. പണ്ടാരോ പറഞ്ഞ പോലെ ദേഷ്യം കാണിക്കുന്ന ആണുങ്ങൾക്ക് വളരെയധികം സ്നേഹമായിരിക്കുമെന്ന് പറയാൻ സുഖമുണ്ടെങ്കിലും അനുഭവിക്കുക എന്നത് അവൾക്ക് അത്ര എളുപ്പമായിരുന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന സിംഹമായിരുന്നു അയാൾ. ഏത് സമയവും സടകുടഞ്ഞ് എഴുന്നേറ്റ് ഒരു ഗർജനം നമുക്ക് പ്രതീക്ഷിക്കാം. അയാളിൽ ഒരു മാറ്റം വരുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ സ്നേഹത്തിന് ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി ഉള്ളത് കൊണ്ടോ അവൾ ആ ജീവിതം മുറുകെ പിടിച്ചു. കാലം അവരിൽ മാറ്റങ്ങൾ വരുത്തി. പ്രായവും പക്വതയും കൂടി. അവർ രക്ഷിതാക്കളായി മാറി. കരിയിൽ നിന്നും
വജ്രം ഉരുതിരിഞ്ഞു വരുന്നത് പോലെ അയാളുടെ ദേഷ്യം അമർന്നമർന്ന് അത് സ്നേഹത്തിൻ്റെ പ്രഭ ചൊരിഞ്ഞു. നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ നിറമുള്ള ജീവിതം അവൾക്ക് ലഭിച്ചു തുടങ്ങി. പക്ഷേ കഴിഞ്ഞുപോയ കാലം ഒട്ടും എളുപ്പമായിരുന്നില്ല. 8-9 വർഷങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു. പലപ്പോഴും ഇട്ടെറിഞ്ഞു പോവാൻ തോന്നി. എങ്കിലും സ്വന്തം വീട്ടുകാർക്ക് ഭാരമാവുമോ എന്നായിരുന്നു ആ പേടി. ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ടാവാം ഇന്ന് ആ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ സാധിക്കുന്നത്. പഠിക്കാനോ ജോലിക്ക് പോവാനോ ഒന്നും സാധിച്ചില്ല. മക്കളായപ്പോൾ അതൊന്നും തീരെ പറ്റിയില്ല. പിന്നെ ധൈര്യം തീരെ ഇല്ലായിരുന്നു. ദൈവത്തിനെ ചേർത്ത് പിടിച്ചു. പ്രാർത്ഥന മാത്രമായി സമാധാനം. എത്ര ദേഷ്യക്കാരനായിരുന്നെങ്കിൽ പോലും ഒരിക്കൽ പോലും അദ്ദേഹം അവളെ ദേഹോപദ്രവം ചെയ്തിട്ടില്ല. അതവൾ എന്നും മനസ്സിൽ ഓർക്കുമായിരുന്നു. അത്രയും മോശമായ ഒരാളാണെങ്കിൽ ചിലപ്പം തന്നെ ദേഹോപദ്രവം ചെയ്യുമായിരുന്നില്ലേ. പക്ഷെ അതിലേറെ മാനസികമായിട്ട് പ്രയാസപ്പെടേണ്ടി വന്നു കേട്ടോ. ദേഷ്യം ഇല്ലാത്ത സമയത്ത് വളരെ നല്ല പെരുമാറ്റം. പക്ഷേ ദേഷ്യം വരാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടി വന്നില്ല. മകളായപ്പോൾ പിന്നെ അവളെ ജീവനായി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ആ ദേഷ്യം ഒരു മഞ്ഞുമല ഉരുകുന്നത് പോലെ കാണാനാണ് പറ്റിയത്. പ്രായവും പക്വതയും മാറ്റങ്ങൾ അദ്ദേഹത്തിൽ കൊണ്ടുവന്നു. ആ സ്നേഹം ഇന്നവളെ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയാക്കി. മാറ്റുരഞ്ഞു കിട്ടിയ ആ സ്നേഹത്തിന് മധുരം കൂടുതലായിരുന്നു. ഇന്ന് അയാളുടെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി ജീവിക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ആരും കണ്ണുവെക്കല്ലേ എന്നവൾ ആഗ്രഹിച്ചു പോവുകയാണ്. അവളുടെ ക്ഷമയും അയാളുടെ വകതിരിവും ദൃഢനിശ്ചയവും അവരുടെ ജീവിതത്തിന് വിജയ വെളിച്ചമായി. എന്തും ഉപേക്ഷിക്കാൻ എളുപ്പമാണ്. അതിൽ ഉറച്ചു നിന്ന് തൻ്റേതാക്കിയെടുക്കുവാൻ നമ്മൾ അതിയായി ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന സ്നേഹത്തോടെ അങ്ങനെ നമ്മളുടെ ഈ കൊച്ചു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ?